പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം, കാരണം ആ അർത്ഥത്തിൽ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഭരണകൂടം ക്രിയേറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, ഇന്നത്തെ പാർലമെന്റിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഇന്നിപ്പോൾ പാർലമെന്റിലെ ഇരു സഭകളും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. രാവിലെ സഭ തുടങ്ങിയപ്പോൾ രണ്ട് സമയത്തായി, അതായത് രാവിലെ 11 മണിക്ക് തുടങ്ങി ഉടൻ തന്നെ ലോക്സഭ പിരിഞ്ഞു. 12 മണി വരെ പിരിഞ്ഞു. 12 മണിക്ക് ശേഷം വീണ്ടും തുടങ്ങി. പിന്നീട് വീണ്ടും പ്രതിഷേധം ഉണ്ടായി പിരിയുകയാണ് ചെയ്തത്. പ്രധാനമായും അദാനി വിഷയം കാട്ടിക്കൊണ്ടാണ് ലോക്സഭയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അദാനിയുടെയും മോദിയുടെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ ഇന്ത്യ സഖ്യ എംപിമാരെല്ലാം തന്നെ പാർലമെന്റിന് കവാടത്തിൽ വലിയ പ്രതിഷേധം തീർത്തിരുന്നു. പിന്നീടാണ് പാർലമെന്റിനുള്ളിലും ആ ഒരു പ്രതിഷേധം ആവർത്തിച്ചത്. പക്ഷേ രാജ്യസഭയിലേക്ക് പോയാൽ രാജ്യസഭയിൽ ഭരണപക്ഷം സോണിയാഗാന്ധിക്കെതിരായ സോറോസ് വിഷയം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അടക്കമെല്ലാം നിലയും ഇത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്വാധീനം വ്യക്തമാക്കുന്നതാണെന്നെല്ലാം നിലയിൽ ചില ആരോപണങ്ങൾ BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അങ്ങനെ ഈ ഒരു സോറോസ് വിഷയം ഒരു വലിയ കോൺഗ്രസിനെതിരായ ഒരു ആയുധമാക്കി BJP അവിടെ വലിയ ആയുധമാക്കി എടുത്തു. ഇതിനെതിരെ അദാനി വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസും രംഗത്തെത്തി. അങ്ങനെ ഒരു വാക്പോര് അവിടെ ഉണ്ടാകുകയും പിന്നീട് രാജ്യസഭയും അലങ്കോല പിരിയുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇരു സഭകളും വീണ്ടും ചേരും. ശരി, സിബി ജോസഫ് ആണ് വിവരങ്ങൾ വിവിധ വിഷയങ്ങൾ നൽകിയത്.